വിളി വരും, വീട്ടിലും മരണം. ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു. മയ്യത്ത് കാണാത്തവരെത്ര പേര്, എത്താൻ കഴിയാത്തവരെത്ര പേര്. ഉമ്മയെ മറക്കാൻ കഴിയില്ലല്ലോ. മരിച്ച ഉമ്മയുടെ കബറിന്റെ അടുക്കൽ വന്നൊരു പൊന്നുമോൻ ദുആ ചെയ്തു. തിരിച്ചു പോകവേ കബറിന്റെ ചാരത്ത് നിന്ന് ചെടിയിൽ തട്ടി മോൻ കമിഴ്ന്നു വീണു. അവന്റെ മുട്ടുപൊട്ടി. ഒരു കവി പറയുകയാണ്, കബറിൽ കിടക്കുന്ന ഉമ്മ അല്ലാഹുവോട് ചോദിച്ചു അത്രേ, അല്ലാഹുവേ എന്റെ റൂഹിനെ ഒരല്പനേരത്തേക്ക് മടക്കി തരുമോ? എന്തിനാണുമ്മ എന്റെ കൺമണി താഴെ വീണ് കിടക്കുന്നത് കണ്ടോ? അവനെ ഞാൻ പോയെന്ന് കബറിലെടുത്തിട്ടൊരു മുത്തം കൊടുത്തിട്ട് തിരിച്ചു വരാം എന്ന് കബറിൽ കിടക്കുന്ന ഉമ്മ റബ്ബിനോട് പറഞ്ഞെന്ന് കവി പറഞ്ഞിട്ടുണ്ട്. ഉമ്മയല്ലേ കാലിലെ മുട്ടിലും മരുന്ന് തേച്ച് തന്നെ ഉമ്മ. ഇതൊക്കെ നമ്മുടെ നട്ടങ്ങളാണ്. ഉമ്മയേക്കാൾ വലിയ ഡോക്ടറാണുള്ളത്. കറുപ്പകാലത്ത് കളിമുറ്റത്തൂടെ ഓടി നടക്കുമ്പോ കമിഴ്ന്ന് വീണിട്ട് കാല് പൊട്ടിയിട്ട് ഉമ്മാനെ നിലവിളിക്കുമ്പോ ഓടി വന്നിട്ട് മുറ്റത്ത് നിന്ന് പച്ചിലെടുത്ത് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ട് ചതച്ചിട്ട് എന്റെ മുട്ടിലെ മുറിവിലേക്ക് വെച്ച് തന്നിട്ട് കവളത്തൊരു മുത്തം തന്ന എന്റെ ഉമ്മയേക്കാൾ വലിയ ഡോക്ടറെ പിന്നീട് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. തകർന്നു പോയ കളിപ്പാട്ടത്തിന്റെ മുമ്പിൽ നിലവിളിക്കുമ്പോ ഓടി വന്ന് ചിതറിത്തെറിച്ചു പോയ കളിപ്പാട്ടം അല്പനേരം കണ്ട് ശരിയാക്കി എന്റെ കയ്യിൽ വെച്ച് തന്നിട്ട് കളിക്കാൻ പറഞ്ഞ എന്റെ ഉമ്മയേക്കാൾ വലിയൊരു എഞ്ചിനീയറെ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കുരുത്തക്കേട് കാണിച്ചിട്ട് വാപ്പ അടിക്കാൻ വേണ്ടി ചൂരൽ മുറുക്ക പിടിച്ച് വാപ്പയുടെ ഇടത്തെ കയ്യിലെ മർക്കട മുട്ടിയിൽ കിടന്ന് പെടയുമ്പോ വാപ്പയൊരു കോടതിയാണ്. എന്തടാ താമസിച്ചത്, എവിടെ പോയടാ? വാപ്പയൊരു കോടതിയാണ്. ചൂരല് പിടിച്ചിട്ട് വാപ്പയുടെ കയ്യിൽ കിടന്ന് പെടയുമ്പോ അവസാനത്തെ രക്ഷ കുമ്മാന്ന് നീട്ടി വിളിക്കുമ്പോ അടുക്കളയിൽ നിന്ന് ഓടി വന്നിട്ട് ഉപ്പാന്റെ മുമ്പിൽ വന്ന് വാദിച്ച് ജയിച്ച് ഉപ്പാന്റെ ശിക്ഷയിൽ നിന്ന്, ചൂരലിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ മോചിപ്പിച്ചിട്ട് കൊണ്ടുപോയ എന്റെ ഉമ്മയേക്കാൾ വലിയൊരു വക്കീലിനെ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നിട്ടും ഉമ്മയുടെ മരണം കാണാൻ കഴിയാത്ത, കബറടക്കാൻ കഴിയാത്തവരെ, അതൊന്നും ഒരു നഷ്ടമല്ലല്ലോ. അതൊന്നും ഒരു നഷ്ടമല്ലല്ലോ. ഏറ്റവും വലിയ നഷ്ടം, ആ നഷ്ടം വഖദ് ഖസിറ ഖുസ്റാനം മുബീനാ. മരിക്കുന്ന സമയത്ത് 6 അടി മണ്ണിലേക്ക് പോകാൻ ഒരു നന്മയും അവന്റെ ജീവിതത്തിൽ ബാക്കിയില്ലാത്തവനാണ്. കാരണം ഉമ്മയുടെ മയ്യത്ത് ദുനിയാവിൽ അവസാനം കണ്ടില്ലെങ്കിലും ആഖിറത്തിൽ കാണാൻ റബ്ബ് അവസരം വെച്ചിട്ടുണ്ട്. അല്ലാഹു കാണാൻ തൗഫീക്ക് നൽകുക. അല്ലാഹു കാണാൻ തൗഫീക്ക് നൽകുക. അല്ലാഹു കാണാൻ തൗഫീക്ക് നൽകുക. അവസാനം മക്കളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും വിട പറഞ്ഞിട്ട് ഇവിടെ നിന്ന് മയ്യത്തായി വീട്ടിലേക്ക് പോയ എത്രയെത്ര പ്രവാസികൾ. മക്കളെ അവസാനം ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അല്ലാഹുവേ ഞങ്ങൾ ആരെയും നീ ഐസിയുവിൽ വെന്റിലേറ്ററിൽ കിടന്ന് മരിപ്പിക്കല്ലേ അല്ലാ.